കഴിഞ്ഞ കുറച്ചു കാലമായി ഓരോ മഴക്കാലവും മലയാളിക്ക് ദുരന്തങ്ങളാണ് സമ്മാനിക്കുന്നത്. ദുരന്തങ്ങളെന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ 2-3 വർഷത്തിൻ്റെ ഇടവേളയിൽ പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ ഈ ഉരുൾപൊട്ടലിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളുടെ ഒരു തുടക്കം എപ്പോൾ മുതൽ നമുക്കറിയില്ല. അതിൻ്റെ ഒരു ചരിത്രം അറിയണം. അതുപോലെ ഇനിയും ഈ രീതിയിലുള്ള ഉരുൾപൊട്ടൽ മാത്രമല്ല, ഇനി കടൽ കയറുന്ന പ്രതിഭാസം പോലും ഉണ്ടായേക്കാം. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം TG മോഹൻദാസ് സാറുണ്ട്, ഒപ്പം AP അഹമ്മദ് മാഷുമുണ്ട്. TG സാറിനോട് തുടങ്ങാം. സാറേ, ഈ പറയുന്നതിൽ എപ്പോഴായിരിക്കും ഈ ദുരന്തങ്ങളൊക്കെ മലയാളികൾ ഒന്ന് ഓർത്തെടുത്ത് തുടങ്ങുക? അല്ല, അത് ഓർത്തെടുത്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഭൂപ്രകൃതി മാറിക്കൊണ്ടിരിക്കും. അത് പ്രകൃതിയുടെ പ്രകൃതമാണ്. അതനുസരിച്ച് അത് പെരുമാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1341 പ്രകൃതിക്ഷോഭത്തിലാണ് ഭൂരിഭാഗം കൊച്ചിയും ഉണ്ടായത്. ഈ ചെറിയ ദ്വീപുകൾ ബോൾഗാട്ടി, വല്ലാർപാടം, മുളവുകാട്, താന്തോന്നിത്തുരുത്ത് ഇതൊക്കെ പൊങ്ങി വരുന്നു. വൈപ്പിൻ മുതൽ മുനമ്പം വരെ പൊങ്ങി വരുന്നു. ഇപ്പുറത്ത് ഫോർട്ട് കൊച്ചി മുതൽ കുമ്പളങ്ങി, തുറവൂർ, ചേർത്തല, എൻ്റെ നോട്ടത്തിൽ അത് ഏകദേശം തോട്ടപ്പള്ളി വരെ പോകും. പക്ഷേ തോട്ടപ്പള്ളി വരെ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്നില്ല. ചേർത്തലയുടെ ഒറിജിനൽ പേര് കരപ്പുറം എന്നാണ്. വൈപ്പിൻ എന്ന് പറഞ്ഞാൽ വെച്ച സ്ഥലമാണ്, കടൽ വെച്ച സ്ഥലമാണ്. കടൽ പിൻവാങ്ങി, വൈപ്പാണ്. കടലിൽ നിന്ന് കുറച്ച് സ്ഥലം പൊങ്ങി വന്നു. ഈ പ്രകൃതിക്ഷോഭം കഴിഞ്ഞപ്പോൾ പെരിയാർ വഴി മാറിയിട്ട് ഫോർട്ട് കൊച്ചി പൊഴി വഴി പുറത്തേക്ക് പോയി. അത് കടലൊഴുക്കായിരുന്നു DG, എന്തായിരുന്നു അത്? അത് ഭൂകമ്പമായിരുന്നു ഇതുവരെ വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അന്നാണ് വേമ്പനാട്ട് കായലുണ്ടാകുന്നത്. അതായത് ഇവിടം വരെ ഉണ്ടായിരുന്ന കടലിൻ്റെ നടുക്ക് ഒരു സ്ട്രിപ്പ് പൊങ്ങി വന്നു. പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കിഴക്ക് വശത്തുള്ളത് കായലായിട്ട് മാറി, പടിഞ്ഞാറ് വശത്ത് കടലുമായി. അങ്ങനെയാണ് വേമ്പനാട്ട് കായൽ. ഒരു 5 നദി, അച്ചൻകോവിലാറ്, പമ്പ, അത് ഇതൊക്കെ വന്ന് വേമ്പനാട്ട് കായലിൽ ചേർന്നിട്ട് അങ്ങനെ പോകുന്നു. അതിൻ്റെ തെക്കേറ്റം സാമാന്യ ബുദ്ധിക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തോട്ടപ്പള്ളി വരെ ഉണ്ടാവണം. അവിടുത്തെ മണ്ണുമൊക്കെ ഏകദേശം സെയിമാണ്. ഈ വെളുത്ത സിലിക്ക സാൻഡ്, പഞ്ചാര മണൽ എന്ന് പറയുന്ന ആ സാധനമൊക്കെ ഇതിൻ്റെ സൃഷ്ടിയാണത്. ഇപ്പം ഞാൻ കടലിൽ നിന്ന് കഷ്ടിച്ചൊരു 1.5 കിലോമീറ്റർ, ചിലപ്പോൾ 1 കിലോമീറ്റർ ആയിരിക്കാം ഡയറക്റ്റ് ഡിസ്റ്റൻസ്. ഞാൻ വീട് വയ്ക്കുമ്പോൾ അടിത്തറ കുഴിക്കുമ്പോൾ ഈ പിരിയൻ, ശംഖ്, കക്ക ഇതുപോലത്തെ കിട്ടി. അടിത്തറ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 4-4.5 അടിയാണ്. അത്രയും കുഴിച്ചപ്പോൾ തന്നെ ഈ സാധനങ്ങൾ കിട്ടി. ഇപ്പോഴും എൻ്റെ ബാത്റൂമിൽ ഈ പിരിയൻ ശംഖ് ഇടയ്ക്ക് എവിടുന്നോ വരുന്നുണ്ട്. അതായത് കടൽ മരിച്ചിട്ടില്ല. കടൽ എൻ്റെ വീടിനടിയിൽ ജീവനോടെ ഉണ്ട്. കടൽ ജീവികളുണ്ട്. കടൽ മാത്രമാണ് മാറിയിട്ടുള്ളത്. ഇതിന് താഴെയുള്ള പശ്ചിമയുള്ള വെള്ളമുള്ള മണ്ണിൽ ഈ ജീവികളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഏതെങ്കിലും ഒരു ദിവസം കടൽ തന്ന സ്ഥലം എൻ്റേതടക്കം കടലെടുത്തുകൊണ്ട് കൊണ്ടുപോകാം. ഇതിൽ അത്ഭുതവുമില്ല. കാരണം നമ്മൾ കേരളം മാത്രമൊന്നുമല്ല, ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെയൊക്കെയാണ്. ഭാരതം എന്ന് പറയുന്ന ഉപഭൂഖണ്ഡം ഉണ്ടായത് എങ്ങനെയാണ്? ഗ്വാണ്ടാന എന്ന ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് തെറ്റിത്തെറിച്ച് മെല്ലെ വന്നിട്ട് ഈ ഏഷ്യാറ്റിക് പ്ലേറ്റുമായിട്ട് ഇടിച്ച് കുത്തിപ്പൊങ്ങിയതാണ് ഹിമാലയം. 5 കോടി വർഷം മുമ്പ് സ്ലോലി വന്ന് ഇടിച്ച്, അതാണ് ഹിമാലയം. അപ്പോൾ ഇങ്ങനെയാണ് ഇതുണ്ടായത്. ഇത് പിൻവാങ്ങുകയാണെന്ന് വെച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിമാലയം അതുപോലെ കടലിനടിയിലേക്ക് പോവുകയും ഭാരത ഉപഭൂഖണ്ഡം പതുക്കെ തെക്കോട്ട് നീങ്ങുകയും ചെയ്തു. ഇതൊക്കെ സഹസ്രാബ്ദങ്ങൾ കൊണ്ട് സംഭവിക്കും. അത് ഭയന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്, നമ്മളായിട്ട് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് നികത്തി. എന്ത് സ്റ്റഡി നടത്തിയാണ് ഇത്രയും സ്ഥലം നികത്തിയത്? നേരത്തെ സാറിന് ഓർമ്മയുണ്ടല്ല, ആ സീലോഡിന് മുമ്പിലുള്ള ഷൺമുഖം റോഡ്, ആ ഷൺമുഖം റോഡ് വെച്ച് എറണാകുളത്തിൻ്റെ പടിഞ്ഞാറേ അതിൽ തീരുകയാണ്. അതിനപ്പുറത്തേക്ക് കായലായിരുന്നു. ഇപ്പോൾ അവിടെ വലിയ ബിൽഡിംഗ് വന്നു, മറൈൻ ഡ്രൈവ് മൈതാനം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ സ്ഥലമാക്കി നികത്തിയെടുത്തു, റീക്ലെയിം ചെയ്തതാണ്. അത്രയും കായൽ ചെറുതായി. ആ കായൽ വെറുതെ ഇരിക്കുക. കായലും ഉണ്ട്, അവിടെ കടലും ഉണ്ട്. കടൽ ഒരു തള്ളിക്കഴിഞ്ഞാൽ, അത് സുനാമിയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ്. സുനാമിയുടെ സമയത്ത് ഫോർട്ട് കൊച്ചി അഴിമുഖത്തൂടെ വെള്ളം തള്ളിക്കയറി. കൊച്ചിയിൽ സുനാമി ഉണ്ടായില്ല, പക്ഷേ സുനാമിയുടെ ചെറിയൊരു എഫക്റ്റ് വെള്ളം അങ്ങ് തള്ളിക്കയറിയിട്ട് ഫിഷിംഗ് ബോട്ടുകൾ കൊച്ചിയിൽ കെട്ടിയിടും. ഫിഷിംഗ് ബോട്ട് കെട്ടുന്നത് ഒരു ബോട്ടാണ് കരയിൽ കെട്ടുന്നത്, അടുത്ത ബോട്ട് കൊണ്ടുവന്ന് ഈ കെട്ടിയിട്ട ബോട്ടിൽ കെട്ടും, അതിനടുത്ത ബോട്ട് അതിൽ കെട്ടും. ഇങ്ങനെയാണ്. അപ്പോൾ ഒരു 5-6 ബോട്ടുകളൊക്കെ ആയിരിക്കും
ഒറ്റ ബോട്ടിൽ കെട്ടിയിടുന്നത്. ആ ബോട്ട് കരയുമായിട്ടും കെട്ടും. ഈ ബോട്ടൊക്കെ കെട്ടെല്ലാം പൊട്ടിച്ച് 4 വശത്തും പോയി. ആ ഐലൻഡിൽ സ്വിഫ്റ്റിൻ്റെ ഓഫീസുണ്ട്. അതിൻ്റെ മതിലിൻ്റെയും റോഡിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു ബോട്ടിന് കൃത്യം സ്ഥലമുണ്ട്. അവിടെ ഒരു ബോട്ട് കൊണ്ടുവന്ന് വെച്ചു കായൽ. എന്നിട്ട് ഇറങ്ങിപ്പോയി. ഇത് പുറത്തേക്ക് എടുക്കാൻ നിർവാഹമില്ല. കാരണം ഒരു അതിനകത്ത് തടിയോ ചങ്ങലയോ വടമോ ഇടാൻ സ്ഥലമില്ല. അത്രയ്ക്ക് പ്രിസൈസായിട്ട് അങ്ങ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പ്രകൃതിയുടെ കളി. അപ്പോൾ ദിസ് മേ ഹാപ്പൻ. ഇതിൽ ഇപ്പോൾ ഞാൻ കൺസേണായിട്ട് പറയുന്നത് ഇപ്പോൾ മറ്റേ എന്താ വിഴിഞ്ഞം പദ്ധതിയെ പറ്റി പറഞ്ഞുകൂടാ, പോളണ്ടിനെ പറ്റി മിണ്ടിക്കൂടാ എന്ന് പറയുന്ന പോലെയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ പുലിമുട്ടുണ്ടല്ലോ, കടലിലേക്ക് ഇറക്കി കെട്ടിയിരിക്കുന്ന പുലിമുട്ട്. ആ പുലിമുട്ട് കാരണം ആ പുലിമുട്ടിൻ്റെ വടക്ക് വശത്ത് ശംഖുമുഖം ഇപ്പോൾ വർക്കല വരെയൊക്കെ വരുന്നു, കടൽ കയറി വരുന്നു വടക്കോട്ട്. തെക്കോട്ട് കടൽ ഇറങ്ങിപ്പോകുന്നു. ഈ പ്രതിഭാസം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ ബഹളമാണ് അവിടുത്തെ ആൾക്കാർ നടത്തുന്നത്. ആളുകൾക്ക് പേടിയാകുന്നു. വടക്ക് വശത്ത് കടൽ കയറി വരുന്നു. ശംഖുമുഖം കടപ്പുറം ഇപ്പം ഇല്ല. സാറിന് അറിയാമോ? ദ ഫേമസ് ശംഖുമുഖം കടപ്പുറം ഇപ്പോഴില്ല. അത് കടലെടുത്തു. അവിടെ വലിയ കടൽ ഭിത്തി കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഭിത്തി കെട്ടി കടലിനെ നിർത്താമെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമല്ലേ സാർ? ഇവിടെ ഈ ചെറായി ഭാഗത്തുമൊക്കെ കെട്ടിയിട്ടുണ്ട് വലിയ കടൽ ഭിത്തി. അപ്പുറത്ത് കടൽ ഒരു തട്ട് തട്ടിക്കഴിഞ്ഞാൽ ഈ ഭിത്തി ഒന്നും നിൽക്കില്ല കടലിനടുത്ത്. കടലിൻ്റെ ഭീകരത നമ്മൾ കണ്ടിട്ടില്ല. മലയുടെ ഭീകരതയാണ് നമ്മളിപ്പം നടക്കുന്നത്. മല പോലെയല്ല കടൽ. വിഴിഞ്ഞത്തുകാരുടെ പാരിസ്ഥിതികമായ ആശങ്കകൾ ന്യായമാണെന്നാണോ ടി ജി പറയുന്നത്? ന്യായമാണ്. സാർ അവിടെ പോയാൽ ഇത് കാണാൻ പറ്റും. ഈ പുലിമുട്ടിൻ്റെ തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ എന്താ അതിന് പറയുക, പുല്ലുവിളയോ അങ്ങനെയൊക്കെയുള്ള വർക്കല വരെയൊക്കെ വരാം അല്ലേ. തെക്കോട്ട് കടൽ ഇറങ്ങി വടക്കോട്ട് കടലിൽ കയറി. പുലിമുട്ടിൻ്റെ വടക്ക് വശത്ത് കടലിൽ കയറി. അങ്ങനെയാണ് ശംഖുമുഖം ബീച്ചില്ലാതെയായതും. ഇപ്പോൾ വർക്കലയിൽ കയറി വരുന്നു. ശംഖുമുഖത്ത് ബലിയിടാൻ പോയ ആണ്ടിലൊരിക്കൽ ബലിയിടുമല്ല. നമ്മുടെ ആലുവയിൽ മണപ്പുറത്ത് ബലിയിടുന്ന പോലെ തിരുവനന്തപുരത്ത് ബലിയിടുന്ന സ്ഥലമാണ് തിരുവല്ലൻ, ശംഖുമുഖം. ഇതൊക്കെ ശംഖുമുഖം കടപ്പുറത്ത് ബലിയിടുന്ന ആൾക്കാരുണ്ട്. അവർ ജില്ലാ കളക്ടർ പോലീസിനെ വെച്ച് ബലം പ്രയോഗിച്ച് പോകാൻ പറഞ്ഞു. അവർ പറഞ്ഞു അല്ല പിതൃക്കൾക്ക് ബലിയിടാൻ. ഇവിടെ പറ്റില്ല, കാരണം ഡേഞ്ചറാണ്. 3 അടി അപ്പുറത്ത് വരെ തിര വരുന്നു. ഒരു തിര ഫോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ ബലിയടിച്ചു പോകും. ജിയോളജിക്കൽ ജോഗ്രാഫിക്കൽ അല്ലേ നിരീക്ഷണങ്ങൾ കുറെ കൂടി കൗതുകമാണ് പൊളിറ്റിക്സിനേക്കാളും ഫിലോസഫിക്കാളും. അല്ല ഞാൻ അവിടുത്തെ കാരോട് ചോദിച്ച് ഫീഡ്ബാക്ക്, അല്ലാതെ ഞാൻ എല്ലാ സ്ഥലത്തും പോയി നോക്കിയിട്ടില്ല. അല്ല, എനിക്കറിയാൻ താല്പര്യമുള്ളൊരു കാര്യം, ഇതിന് ശേഷം 1341 എന്ന് പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ടാണ്. പിന്നെ പേര് കേട്ട ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് 99-ലെ വെള്ളപ്പൊക്കമാണ്. 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ 1924 അപ്പോൾ ഈ 5 നൂറ്റാണ്ടിനിടയിൽ ഇതുപോലെ സമാനമായ ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണോ, അതോ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി എന്നാണോ? അത് നമ്മളതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ദുരന്തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. 99-ലെ വെള്ളപ്പൊക്കം ഒരു ലാൻഡ്മാർക്കായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ അത് ഓർമ്മയുള്ള ആൾക്കാർ ഏകദേശം മരിച്ചു. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ റൈറ്റ് ടൈമിലാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ കൃത്യം 100 കൊല്ലമായല്ലോ. അതെ, അത് വലിയൊരു വെള്ളപ്പൊക്കം. അതിൽ എൻ്റെ വീടും ഒക്കെ മുങ്ങിയതാണ്. മറ്റേ വലിയ ഉരുളി ചെമ്പ് പാത്രമൊക്കെ ഉണ്ടല്ലോ, അന്നത്തെ നെല്ല് പുഴുങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രം. ആ പാത്രത്തിൽ ഒരാൾ കയറിയിരുന്നാൽ അത് മുങ്ങില്ല. അത് തുഴഞ്ഞൊക്കെയാണ് ഹൈ ഏരിയ. ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. 99. ഇപ്പോൾ ഒരു സംശയം, ഇപ്പം ഈ വയനാട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ ആകാശത്തു നിന്ന് മഴയല്ല പുഴ പെയ്തത് കൊണ്ടാണ് അവിടെ, അതായത് ഒരു പ്രത്യേക പ്രദേശത്ത് വലിയ മഴ പെയ്യുന്നു, അതൊരു പുഴ പോലെ പെയ്തിറങ്ങിക്കൊണ്ട് അവിടെ ചെറിയ ഭൂമിക്ക് ഇളക്കം പറ്റി, അതാണ് സംഭവിച്ചത്. ശരിക്കും ഒരു ഭൂകമ്പമാണോ, അല്ലെ അങ്ങനെയുള്ളൊരു ഭീകരത മലയാളി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോഴും അവിടെ എത്ര പേര് മരിച്ചു എന്നുള്ളതിന് കയ്യും കണക്കുമില്ല. അവിടെ റിസോർട്ട് കെട്ടിയ തമ്പുരാക്കന്മാർ അവർ താമസിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. അവർ സേഫ് ഏരിയയിലാണ് താമസിക്കുന്നത്. ഈ റിസോർട്ടിൽ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം വാർത്ത വന്നിരുന്നു. പിന്നെ കുടുങ്ങിയതിൻ്റെയോ മരിച്ചതിൻ്റെയോ കണക്കില്ല, മിണ്ടാട്ടമില്ല. അനധികൃതമായിട്ടും അധികൃതമായിട്ടുമുള്ള ധാരാളം റിസോർട്ടുകൾ ആ ഏരിയയിൽ വന്നിരുന്നു. ഹോം സ്റ്റേകൾ വന്നിരുന്നു. അവിടെ നമ്മൾ ആദിവാസികളോട് ഭയങ്കര സ്നേഹമാണല്ലോ നമുക്ക്. എവിടെ പോയി ഇപ്പോൾ ആദിവാസി? ഈ മരിച്ചവരുടെ കൂട്ടത്തിലൊരു ആദിവാസി ഇല്ലാത്തതുകൊണ്ടാണ്. അതോ അവർ സമർത്ഥന്മാരായിരുന്നു, അവർ നേരത്തെ മാറി താമസിച്ചോ? അതെ. ആ ചോദ്യം അങ്ങനെ വരുമ്പോൾ
കസ്തൂരി രംഗൻ തൊട്ട് മാധവ് ഗാഡ്ഗിൽ വരെയുള്ളവരെ നമ്മൾ എങ്ങനെ പരിഗണിക്കേണ്ടി വരും എന്നൊരു ചോദ്യത്തിലേക്ക് വരും. സാർ, മാധവ് ഗാഡ്ഗിൽ എന്തോ വലിയ മഹാഭാവിയായിരുന്നു അന്ന്. അതെ, അതുകൊണ്ടാണ് ഇത് കസ്തൂരി രംഗനെ ഏൽപ്പിച്ചത്. അല്ല, പിന്നെ കസ്തൂരി രംഗൻ മഹാഭാവി ആയതുകൊണ്ട് ഉമ്മനെ ഏൽപ്പിച്ചു. മാധവ് ഗാഡ്ഗിലിൻ്റെയാണ് സാർ ബേസിക് ഡോക്യുമെൻ്റ്. കാരണം മാധവ് ഗാഡ്ഗിൽ കേരളത്തിന് മാത്രമായിട്ടുണ്ടാക്കിയ റിപ്പോർട്ടല്ല ഇത്. പശ്ചിമഘട്ടത്തിൻ്റെ മുഴുവൻ കിടപ്പ് കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഈ മലനിരയുടെ മൊത്തം രണ്ടു വശത്തുമുള്ള സ്ഥലങ്ങളുടെ പാരിസ്ഥിതികമായ അവസ്ഥ പഠിച്ചാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ കേരളത്തിൻ്റെ ചാപ്റ്ററാണ് ഇവിടെ വിവാദമാകുകയും വലിയ ബഹളമാകുകയും അത് മാധവ് ഗാഡ്ഗിൽ കൊള്ളുമില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട് കസ്തൂരി രംഗനെ ഏൽപ്പിക്കുന്നത്. കസ്തൂരി രംഗൻ അതിനകത്ത് കുറച്ച് വ്യത്യാസം വരുത്തി. അതിലും നമുക്ക് തൃപ്തിയായില്ല. ഉമ്മനെ ഏൽപ്പിച്ചു. അദ്ദേഹവും ആവുന്നത്ര എല്ലാവരെയും തൃപ്തിപ്പെടുത്താനൊക്കെ നോക്കി. അതിൽ തൃപ്തി വന്നില്ല. നമ്മളങ്ങ് ഉപേക്ഷിച്ചു. നമ്മളുടെ തോന്നിവാസം നടന്നുകൊണ്ടിരുന്നു. മാധവ് ഗാഡ്ഗിൽ ഈ പറഞ്ഞ വലിയ കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല. അദ്ദേഹം ആകെ പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കെട്ടിടം വയ്ക്കരുത്, എപ്പോൾ വേണമെങ്കിലും അത് ഇടിഞ്ഞു വീഴാം, അത്തരം സ്ഥലങ്ങളാണ്, അത് അതുപോലെ നിർത്തുക. ചില ഏരിയയിൽ മരങ്ങൾ വെട്ടരുത്. പക്ഷേ എക്കോളജിക്കലി ഫ്രഗൈൽ എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉണ്ടായ അത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ തന്നെ അദ്ദേഹം സിംഗിൾ സ്റ്റോറീഡ് ബിൽഡിങ് വയ്ക്കാവുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മൾട്ടി സ്റ്റോറീഡ് വയ്ക്കാവുന്ന സ്ഥലങ്ങൾ കുറച്ചുകൂടെ അകത്തേക്ക് മാറിയിട്ട് സ്വിമ്മിംഗ് പൂള് അതുപോലെയൊക്കെയുള്ള കലാപരിപാടികൾ അത് ഇന്ന ഏരിയയിൽ പാടില്ല. തമാശ എന്താണെന്ന് വെച്ചാൽ ഈ ഒഴുകിപ്പോയ സ്കൂൾ പോലും 3 നില ഇപ്പം അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ സാറിൻ്റെ റിസോർട്ടുകൾ, ഇതിൽ എത്രണ്ണം അധികൃതം എത്രണ്ണം അനധികൃതം? അപ്പോൾ അവരെന്താ മിണ്ടാത്തെ? അവിടെ താമസിക്കുന്ന ആളുകൾ ഇതുപോലെ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റിസോർട്ടിൻ്റെ ഉടമ മിണ്ടില്ല. കാരണം അവൻ അതിനെക്കുറിച്ച് അന്വേഷണം അങ്ങോട്ട് ചെല്ലില്ലേ? അങ്ങനെ ഒരു നെഗറ്റീവ് പോയിന്റ് അവിടെ വരുന്നില്ലേ? വേറൊരു സ്റ്റഡി TG ശ്രദ്ധിച്ചോന്നറിയില്ല, കഴിഞ്ഞ കൊല്ലമാണ് അത് വന്നത്. ടെക്സാസിൽ നിന്ന്, അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയുടെ ജിയോളജിയോ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത്, കേരളത്തിന് വേണ്ടി നടത്തിയൊരു സ്പെഷ്യൽ സ്റ്റഡിയാണ്. അത് അന്ന് വാർത്ത ഉണ്ടായിരുന്നു. ഈ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ 3 ജില്ലകൾ, ഈ നിങ്ങളുടെ ആലപ്പുഴ, തൃശ്ശൂർ, വേറെ ഏതോ ഒരു ജില്ല, കൊല്ലമാണോ എന്ന് 3 ജില്ലകൾ കടലമ്മ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തിരിച്ചെടുക്കും. ഇപ്പോൾ TG നേരത്തെ പറഞ്ഞ ആശങ്ക ഉണ്ടല്ലോ, എൻ്റെ കടൽ എടുത്തുകൊണ്ട് പോകും. എന്നോട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞു, സാർ, ഈ നാട്ടറിവുകൾ നമ്മൾ അവഗണിക്കുന്നു. എന്നോട് ഈ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞത് ഒരു പഴയ കാർന്നവരാണ്. അദ്ദേഹത്തിന് ചെറിയൊരു മുടി വെട്ടുന്ന കടയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വലിയ സലൂൺ, എയർ കണ്ടീഷൻ സംഗതിയൊക്കെ വരിക. അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തോട് അച്ഛനെ ഈ പണിയൊക്കെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് വയസ്സുമായി. ഇദ്ദേഹമാണ് എന്നോട് ആദ്യം പറയുന്നത് ഈ ചരിത്രമൊക്കെ. മട്ടാഞ്ചേരിക്കാരനാണ്. പുള്ളി പറഞ്ഞു, ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോകും, നിങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ വെള്ളത്തെ ഒരു സ്ഥലത്ത് തള്ളുമ്പോൾ അത് വേറൊരു സ്ഥലത്ത് ചെന്ന് നിറയും. അവിടെ ആരെങ്കിലും തള്ളുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരും. എവിടെ പോകും വെള്ളം? അതാണ് പുള്ളിയുടെ ചോദ്യം. പുള്ളി പറഞ്ഞു, എന്ന് നിങ്ങൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവ് ഉണ്ടാക്കിയോ അന്ന് മുതൽ നിങ്ങൾക്ക് ചെല്ലാനത്ത് കടൽ കയറ്റം തുടങ്ങി. അയാൾ പറഞ്ഞു, സാറ് പഴയ പത്രങ്ങളോ സംഗതിയോ സാറിന് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണല്ലോ, എടുത്തു നോക്കിക്കോ. എന്നാണോ മറൈൻ ഡ്രൈവ് എറണാകുളത്ത് പണിഞ്ഞത് അതിൻ്റെ അടുത്ത കാലവർഷം മുതൽ ചെല്ലാനത്ത് കടൽ കയറ്റം, ചെല്ലാനത്ത് കടൽ കയറ്റം, എല്ലാ മഴയത്തും ചെല്ലാനത്ത് കടൽ കയറും. മാൻമെയ്ഡ് തന്നെയാണെന്ന് അർത്ഥം. അതേപോലെ നിങ്ങൾ ഒരു സ്ഥലത്ത് തള്ളി അവൻ വേറൊരു സ്ഥലത്ത് കയറി അവന് പോകാൻ വെള്ളം ഫിക്സഡ് ക്വാണ്ടിറ്റി അല്ലേ? അതെ അതെ. നിങ്ങൾ നികത്ത് കര ഇങ്ങനെ വലുതാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ലെവൽ കൂടി വരും. ഇത് നിങ്ങൾ അറിയുന്നില്ല. കടൽ വിശാലമായതുകൊണ്ട് 0.1 mm ഒക്കെയാണ് കൂടുന്നത്. ഈ മൺസൂണൊക്കെ വന്ന് ക്ഷോഭിച്ച് കഴിയുമ്പോൾ ഈ 0.1 mm ആണ് ഈ 3 മീറ്റർ 4 മീറ്ററായിട്ട് കുത്തിപ്പോകുന്നത്. ബഹളമാണല്ല, അജിറ്റേറ്റഡാണ് കടൽ. ആ സമയത്ത് കടലാക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ പ്രകൃതി അത് തിരിച്ചു പിടിക്കുക. അത് ഉടനെ ഒന്നും പിടിക്കണമെന്നില്ല. 4, 5, 10, 20, 50 കൊല്ലം കഴിഞ്ഞായിരിക്കും പിടിക്കുന്നുറപ്പ്. അത് കൊണ്ടുപോകും സാർ. ഇത് ആ തങ്കപ്പൻ ചേട്ടനാണ് എന്നെ പഠിപ്പിച്ചത്. അല്ല, ഞാൻ ഭൗമശാസ്ത്രജ്ഞനായതുകൊണ്ടൊന്നുമല്ല. പക്ഷേ ഇത്തരം തങ്കപ്പൻ ചേട്ടന്മാരിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ആലപ്പുഴ ഒറിജിനലി ആലപ്പുഴയിലായിരുന്നപ്പോൾ ആലപ്പുഴയുടെ വികസനം എന്ന് പറഞ്ഞൊരു ചർച്ച, ഞാൻ ആ ചർച്ചയ്ക്ക് ജില്ലാ കളക്ടർ വിളിച്ചു കൂട്ടിയ ചർച്ചയാണ്. ചർച്ചയ്ക്ക് തയ്യാറാവുന്നതിന് മുമ്പ്
ഞാൻ 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള എൻ്റെ ഒരു അമ്മാവൻ പ്ലസ് 2 ആ പ്രദേശത്തെ വയസ്സന്മാർ, ഇവരോട് കൺസൾട്ട് ചെയ്ത് ആ ചർച്ചയിൽ പോയി സംസാരിച്ചു. ഇത് കഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞപ്പോൾ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി എന്നോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഇത്രയും ഇൻഫർമേഷൻ? ഞാൻ പറഞ്ഞു, ഐ കൺസൾട്ട് 3 പീപ്പിൾ. ഒന്ന് എൻ്റെ അമ്മാവൻ തന്നെയായിരുന്നു, 75 കഴിഞ്ഞ ആളാണ്. ബാക്കി 2 പേരും 75 കഴിഞ്ഞവരാണ്, വലിയ വിദ്യാഭ്യാസമുള്ളവരല്ല, പഴയ ഇൻ്റർമീഡിയറ്റുകാരാണ്. ബട്ട് അവരുടെ അത്രയും ആലപ്പുഴയെ പഠിച്ച ആൾക്കാർ വേറെയില്ല. ഞാൻ ജില്ലാ കളക്ടറുടെ മുമ്പിലും ഈ നിർദ്ദേശം വെച്ചു. ആലപ്പുഴയിൽ വെള്ളപ്പൊക്കം, ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴ ഒരു ട്രഫ് പോലെയാണ്. സകല ദുരിതങ്ങളും വന്ന് ചാടുന്നത് ആലപ്പുഴയിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്. 2018 പ്രളയം, ഈ വെള്ളം മുഴുവൻ താങ്ങുന്നതാരാ? ആലപ്പുഴയും ദാറ്റു കുട്ടനാട്. 5 നദികളും അവരുടെ പ്രളയം കൊണ്ടുവന്ന് ചാടിക്കുന്നത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിന് ശ്വാസം മുട്ടുന്ന എന്ത് ചെയ്യും? കുട്ടനാട്ടിന് 2 ഔട്ട്ലെറ്റേ ഉള്ളൂ. ഒന്ന് ഈ ഫോർട്ട് കൊച്ചിയിലുള്ള ഔട്ട്ലെറ്റ്, വേറൊന്ന് തോട്ടുപുഴയിലുള്ള സ്പിൽവേ അടച്ചിട്ട് അവിടെ മണ്ണ് കയറിയിട്ട് ഈ സ്പിൽവേ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആകെ വെള്ളം ഒഴുകി എറണാകുളം വരെ വന്നിട്ട് അറബിക്കടലിൽ പോകണം. അതുവരെ കുട്ടനാട് മുങ്ങിക്കിടക്കും. വല്ലവരും ചെയ്ത കുറ്റത്തിന് സഫർ ചെയ്യുന്നത് കുട്ടനാട്ടുകാരാണ്. സത്യം. വടക്ക് മല തുറന്നതിന് പടിഞ്ഞാറ് കിഴക്ക് മല തുറന്നാൽ പടിഞ്ഞാറ് കുട്ടനാട് മുങ്ങും. ഇപ്പോഴും അതേ അവസ്ഥയാണ്. ടി.ജിയുടെ സിനുജി, ഈ ചർച്ച ഭയങ്കര കൗതുകമുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ എനിക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 2 ചോദ്യങ്ങൾ 2 വശങ്ങളിലേക്ക് വരുന്നു. ഒന്ന്, ഈ പാരിസ്ഥിതികമായ അതിക്രമങ്ങൾ മനുഷ്യൻ അനുഭവിക്കുമെന്ന പാഠം, അത് തീർച്ചയായിട്ടും പാഠമാണ്. പക്ഷേ ടി.ജി അതോടൊപ്പം പരത്തുന്നൊരു ഭീതി എൻ്റെ മനസ്സിൽ വല്ലാതെ കൊള്ളുന്നുണ്ട്. പ്രകൃതി നാളെ എന്ത് നമ്മോട് ചെയ്യുമെന്ന് നമുക്ക് യാതൊരു തരത്തിലും പ്രവചിക്കാനാവില്ല. അത് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റും, അത് ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. പക്ഷെ നാളെ ഈ നമ്മുടെ ഭൂമിശാസ്ത്രം എങ്ങനെ പ്രകൃതി മാറ്റിവരക്കുമെന്നതിനെക്കുറിച്ച് ഒരു വിദഗ്ധന്മാർക്കും ഒരു ശാസ്ത്രജ്ഞനും കാലേ കൂട്ടി പഠനം നടത്താനോ ഗവേഷണം നടത്താനോ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയാനോ സാധ്യമാണോ? സാർ, നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ജീവിതം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ പ്രകൃതിയുടെ മടിത്തട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പ്രസംഗിച്ചാൽ പോരാ, അത് പ്രവൃത്തിയിൽ കാണാം. സാറ് ഭൂമി കുലുക്കം അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആസാമിലായിരുന്നു. ഞാൻ താമസിച്ച ഹോട്ടലിൽ ഭൂമി കുലുക്കമുണ്ടായി. വല്ലാതെ പരിഭ്രമിച്ച് ഞാൻ മുറി തുറന്ന് എടുത്ത് ചാടി. രാത്രിയായിരുന്നു, രാത്രി ഒരു 1-1:30 മണി. എടുത്ത് ഞാൻ കോറിഡോറിലേക്ക് ചാടി. ഹോട്ടൽ അറിയാമല്ലോ, ഒരു ഇടനാഴി, 2 വശത്തും മുറികൾ. ഇടനാഴിയിലേക്ക് ഞാൻ പുറത്തേക്ക് ചാടിയപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടൽ വെയിറ്റർ എന്നെ വട്ടം അങ്ങ് പിടിച്ചു. ഞാൻ കിലുകിലാ വിറയ്ക്കുകയാണ്, പൂക്കുല പോലെ. ഇയാൾ പറഞ്ഞു, ഓടരുത്, ഇവിടെ നിൽക്കുക, അനങ്ങരുത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴിങ്ങനെ ആടുന്നുണ്ട്, മൊത്തം ബിൽഡിങ് ആടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശാന്തമായി. അപ്പോൾ ആ ബിൽഡിങ്ങിന് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും മാത്രമേ ഉള്ളൂ, അതിന് മുകളിലേക്കില്ല. പിന്നീടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അവിടുത്തെ എല്ലാ ബിൽഡിങ്ങിലും മാക്സിമം ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ്, അതിനപ്പുറത്തേക്ക് അനുമതിയില്ല. മാക്സിമം ബിൽഡിങ് മുള കൊണ്ടും ടിൻ ഷീറ്റ് കൊണ്ടുമാണ് റൂഫ്. അതിൻ്റെ സ്കെലിറ്റൻ മെയിൻ കാലുകളുണ്ടല്ലോ, അത് മാത്രം കോൺക്രീറ്റ്, ബാക്കിയെല്ലാം മണ്ണ് കൊണ്ട്, ബാമ്പു, ടിൻ ഷീറ്റ് ഇതുപോലെയാണ്. ഇത് പൊളിഞ്ഞ് തലയിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് പരിക്ക് പറ്റുമെന്നുള്ള, മരിച്ചു പോവില്ല, ഡിസ്മെമ്പേർഡായി പോവില്ല. അവിടെ ഇവിടെയൊക്കെ കുറേ പോറും അത് പ്രശ്നമൊക്കെ പറ്റും, പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും, ഇതെടുത്ത് മാറ്റാൻ പറ്റും. വലിയ ക്രെയിനും സംഗതിയൊന്നും വേണ്ട. ഇത് ഈ 3 നില കെട്ടിടമൊക്കെ ഇങ്ങോട്ട് നെഞ്ചത്തേക്ക് വീഴുമ്പോഴാണല്ലോ മനുഷ്യൻ പൊടിഞ്ഞു പോകുന്നത്. ഇത് സംഭവിക്കില്ല. ഒരു 10-15 മുള സാറിൻ്റെ തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറേ പോറി പിടിച്ച് സാറ് കുറച്ച് തടുത്തു, ജീവനും കിട്ടും, കൈയും കാലിനും ഒന്നും കുഴപ്പമൊന്നും വരില്ല. വേണമെങ്കിലും ഒരു ദിവസം ആശുപത്രിയിൽ, ഇത് കവിഞ്ഞൊന്നുമില്ല. ഇങ്ങനത്തെ കൺസ്ട്രക്ഷനാണ് അവിടെ. അപ്പോൾ അവർക്ക് നേരത്തെ മുതലേ അറിയാം ഇത് അവിടെ ഭൂചലനം ഉണ്ടാകുന്നത് ഒരു വാർത്ത പോലും അല്ല, ഇടയ്ക്കിടയ്ക്ക് അത് കുലുങ്ങും. അങ്ങനെയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന പോലെയാണ് ആസാംകാർക്ക് ഭൂമി കുലുക്കം. എന്നാൽ വലിയ തോതിലുണ്ടായിട്ടില്ല. ഉണ്ട്. ഗുജറാത്തിലെ ഭുജിലുണ്ടായ ഭൂമി കുലുക്കം അസാമാന്യമായിരുന്നു. അപ്പോൾ ഇത് ഭയന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം കുറച്ചൊരു ഫിലോസോഫിക്കലായിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആധി പിടിച്ച് ഭ്രാന്തി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കരുതൽ മനുഷ്യന് വേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ ജനസംഖ്യ 4 കോടിയോട് അടുത്ത്. നമുക്ക് താമസിക്കാൻ സ്ഥലം വേണം. നമ്മൾ ഈ മലയാളിയുടെ എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഈ വെർട്ടിക്കൽ ഗ്രോത്ത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല.
എറണാകുളത്ത് ഒരുപാട് ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് പലരും എന്നോട് പറയാറുണ്ട്. ഒരു 4-ാം നില കഴിഞ്ഞാൽ താമസിക്കാൻ മലയാളിയെ കിട്ടില്ല. മടിയാണ്. നമുക്ക് ഒരു 5 സെൻറ്റ് സ്ഥലമെങ്കിലും വേണം. അവിടെ നമ്മുടെ വില്ല കൾച്ചറിലേക്ക് പോവാണ്. നമുക്കത് കൂടിയേ പറ്റും. അത് മാറ്റേണ്ട സമയമായി. നമ്മളൊരല്പം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ജീവിത രീതി സ്റ്റൈലൊന്ന് മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് ഇത്രയും സ്ഥലം വേണ്ട ജീവിക്കാൻ. നമുക്ക് മുകളിലേക്ക് കെട്ടിയിട്ട് നല്ല ഉറപ്പുള്ള സ്ഥലത്ത് മുകളിലേക്ക് ബിൽഡിങ് കെട്ടുക, ഒരുമിച്ച് താമസിക്കുക. ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരല്പം പ്രൈവസി കുറയും. നഷ്ടപ്പെടുകയൊന്നുമില്ല, കുറയും. ഫ്ലാറ്റിൽ കോമൺ പാർക്കിംഗ് സ്പേസാണ്, കോമൺ കളി ഗ്രൗണ്ടാണ്. എനിക്ക് എൻ്റെ മകനെ മാത്രം ഇട്ട് കളിപ്പിക്കാൻ മുറ്റമില്ല. പക്ഷേ ഇതിനെയും പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് കേട്ടോ പുതിയ എഴുത്തുകാർ. സുഭാഷ് ചന്ദ്രൻ എറണാകുളത്തെ ഈ പുരോഗതിയെ നേരിട്ട് കണ്ട ആലുവക്കാരനാണല്ലോ, നേരിട്ട് കണ്ട ഒരുത്തനാണ്. അദ്ദേഹത്തിൻ്റെ മനുഷ്യന് ഒരു ആമുഖം എന്ന നോവലിൽ മനോഹരമായൊരു ദൃശ്യമുണ്ട്, മനോഹരമായൊരു പാഠമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ പണ്ട് കൊച്ചു വീട്ടിൽ താമസിച്ചിരുന്നു. അന്ന് എനിക്ക് 4 വാർഡും അയൽക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 4 വാർഡും മാത്രമല്ല, മേലെയും താഴെയും കൂടി അയൽക്കാരുണ്ട്. പോസിറ്റീവായിട്ട് അതിനെ കാണുന്ന ഒരു കാഴ്ച. ആ ഒരു രീതിയിൽ അതിനെ കാണാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ കണ്ട പോലെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഓക്കെ. ബട്ട് ഞാൻ അമ്മമാരെ കണ്ടിട്ടുണ്ട്, അവർ പേഴ്സണലി പരാതി പറയും. അവിടെ സുഖമായിട്ടൊരു വീടും ശകലം പറമ്പാണെങ്കിലും ഉണ്ടായിരുന്നു, ഒരു പശുവിനെ കേട്ടാൽ ഇവിടെ ഈ കൂട്ടിനകത്ത് എന്നെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുക മോനെ. ഞാൻ ജനലിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കും. എന്ത് ചെയ്യും? നേരം വെളുക്ക് വൈകുന്നേരം വരെ ഇത് തന്നെ. ഇതും ഒരു പ്രശ്നമാണ്. നമുക്ക് തുടരാം. എനിക്ക് തോന്നുന്നത് ടി ജി ഇത് അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ടി ജി ഞങ്ങൾക്ക് ടി ജിയുടെ അനിയന്മാരായ തലമുറയ്ക്ക് കൺവേ ചെയ്യുന്നൊരു മെസ്സേജ് ഇതാണ്: ഈ ഭൂമിയുടെ വരദാനമാണ് മക്കളെ നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ഭൂമിക്ക് അതിൻ്റെ ഷേപ്പ് മാറ്റാനും ഒന്ന് കുലുങ്ങാനും ചിലപ്പോഴൊക്കെ ഒന്ന് നിങ്ങളെ പാഠം പഠിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് എന്ന ബോധ്യത്തോടെ പ്രകൃതിയോട് പെരുമാറാൻ ശ്രമിച്ചാൽ പ്രകൃതിയെ എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരാം. കേരളം ഇന്നത്തെ ഭൂഘടന ആയിക്കൊള്ളണമെന്നില്ല എല്ലാ കാലത്തും എന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ. ഞാനൊരു കാര്യം പറയാം. ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇപ്പോൾ വീണ്ടും എടുത്ത ആൾക്കാർ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സൗകര്യപ്പെടുമെങ്കിൽ ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ള കവിത കൂടെ വായിച്ചാൽ തീർച്ചയായിട്ടും ആ കവിതയോടുകൂടി ആ കവിത മലയാളിക്ക് സമർപ്പിച്ചുകൊണ്ട് പുതിയ കാലത്ത് ഏറ്റവും കാവ്യാത്മകമായി ഈ ചർച്ച നമുക്ക് ഇനിയും തുടരാനിരിക്കുന്ന ഈ ചർച്ച ഓപ്പണൻ്റായി അവസാനിപ്പിക്കാം. നന്ദി ടിജി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.